പ്രവചനങ്ങൾക്കതീതമായ യുദ്ധസാഹചര്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ലബനാനിൽ ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവുമായി ഇറാൻ രംഗത്തെത്തിയതോടെ സ്ഥിതിഗതികൾ സങ്കീർണം ആയിരിക്കുകയാണ്. ഭീകരമായൊരു യുദ്ധത്തിലേക്കുള്ള വഴി തുറക്കുന്നതിനെ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. തങ്ങളുടെ ആയുധശേഖരത്തിൽ നിന്ന് ഇറാൻ ആദ്യമായി പുറത്തെടുത്ത ഫത്താഹ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും വാർത്താകേന്ദ്രം ആവുകയാണ്. ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ ആയുധങ്ങളിൽ ഒന്നാണ് ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2023 ഈ മിസൈൽ അവതരിപ്പിക്കുന്നത്. 1400 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത്. ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗതയിലാണ് ഇതിൻ്റെ സഞ്ചാരം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ട്രൂ പ്രോമിസ് 2 എന്ന പേരിലാണ് ചൊവ്വാഴ്ച രാത്രി ഇറാന്റെ സൈനിക വിഭാഗമായ IRGS ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തിയത്. കഴിഞ്ഞ ഏപ്രിലിലും ഇസ്രായേലിന് നേരെ സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണം ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇറാൻ പറയുന്നു. 3 സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. തങ്ങൾ അയച്ച 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രായേലിനെതിരെ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച ഉണ്ടായത്. 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇതോടെ ഇസ്രായേലിൽ ഉടനീളം അപായ സൈറണുകൾ മുഴങ്ങി. ടെൽ അവീവിലടക്കം മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ മണിക്കൂറുകളോളം ബങ്കറുകളിൽ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം. ഈ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഇറാന്റെ നീക്കത്തെ അപലപിച്ച് അമേരിക്കയും രംഗത്തെത്തി. ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായി പെന്റഗൺ അറിയിച്ചു. കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തതെന്നും പെന്റഗൺ പറഞ്ഞു. ഇറാൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ചു. മേഖലയിൽ ഉടനീളം വെടിനിർത്തൽ വേണമെന്ന യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറലും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും വെടിനിർത്തൽ ആവശ്യവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിൽ കൂടിയുള്ള വ്യോമ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് പശ്ചിമേഷ്യൻ മേഖലയുടെ ആകാശത്തുകൂടെ സഞ്ചരിച്ച ഇന്ത്യയിലെത്തേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് തിരികെ ജർമ്മനിയിലേക്ക് മടങ്ങി. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയുടെ വിമാനങ്ങളാണ് ചൊവ്വാഴ്ച രാത്രി തിരികെ പോയത്. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള മടക്ക വിമാനങ്ങളും ലുഫ്താൻസ റദ്ദാക്കി. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെ ഇനി സർവീസ് ഉണ്ടാകില്ലെന്നും ലുഫ്താൻസ അറിയിച്ചു. സ്വിറ്റ്സർലാൻഡിൻ്റെ സ്വിസ് എയർലൈൻസും ഈ രാജ്യങ്ങളുടെ മുകളിൽ കൂടി സർവീസ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി. ഇസ്രായേൽ, ലബനാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയും തങ്ങൾ ഒഴിവാക്കുകയാണെന്നും സ്വിസ് എയർലൈൻസ് അറിയിച്ചു. പശ്ചിമേഷ്യയ്ക്ക് മുകളിൽ കൂടി പറക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷ
ഓരോ ദിവസവും വിലയിരുത്തുകയാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇതനുസരിച്ച് ആവശ്യമെങ്കിൽ സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്.